ഹായ് എവ്രി വൺ. കുറച്ച് ചോറ് കഴിക്കാണ്. കുറച്ച് ചോറ്, ഒരല്പം തൈര്, ഓക്കെ, കുറച്ച് ചീര, ഓക്കെ. സോ എനിക്ക് കുറച്ച് ചോറും കുറച്ച് ചീര ഉപ്പേരി, ചീര വറവ്, ഓക്കെ. ഗുഡ്. അപ്പോൾ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ, ഫുഡ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഓരോരാൾക്ക് ഓരോ ടേസ്റ്റാണ്. എൻ്റെ ടേസ്റ്റ് ബഡ്സ് ആവില്ല നിങ്ങൾക്ക്. ജനറലി ഉണ്ടാവാം, മലയാളികൾ പൊറോട്ടയും ബീഫും ഇഷ്ടപ്പെടുന്നവരാണെന്ന് നമ്മൾ പറയുന്നത് പോലെ. എന്നാലും ഓരോരുത്തർക്ക് ഓരോന്ന് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് ഈ ചെറിയൊരു പോർഷൻ ചോറും കുറച്ച് തൈരും കുറച്ച് പറഞ്ഞ പോലെ ഉപ്പേരി അല്ലെങ്കിൽ ചമ്മന്തിയൊക്കെ കൊച്ചിയിൽ ഇന്ന് ഒരു AC റെസ്റ്റോറൻറ്റിൽ കിട്ടാൻ, ഏറ്റവും മിനിമൽ പ്രൈസിൽ വൃത്തിയിൽ കിട്ടാൻ എനിക്ക് വേണ്ടത് മാത്രം. എനിക്ക് മീൽസ് വേണ്ട. ഒരു ഹോട്ടലിൽ പോയിട്ട് ഞാൻ വരുന്നു, എനിക്ക് കുറച്ച് ചോറും കുറച്ച് തൈരും ഇത് മാത്രം തരുമെന്ന് വെച്ചാൽ അവർ ഇല്ല സാർ, ഞങ്ങൾ മീൽസാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങളെല്ലാവരും ഈ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ മൃണാൾ, ഹി ഹാസ് പുട്ട് ഫോർവേഡ് എ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ദിസ് ഈസ് ഗോയിങ് ടു ബി എ ഫുഡ് റെവല്യൂഷൻ ഇൻ കേരള. വേൾഡോ അല്ലെങ്കിൽ ഇന്ത്യയോ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ കഴിക്കുന്നതല്ല ബാക്കിയുള്ള ആൾക്കാർ കഴിക്കുന്നത്. വാട്ട്സോ എവർ നമ്മൾ ശരിക്കും പറയാമെന്ന് വെച്ചാൽ ഒരുപാട് ഐറ്റംസ് അറ്റ് എ ടൈം കഴിച്ചു ശീലിച്ചു പോയി. നമ്മൾ സംസ്കാരത്തിൻ്റെ ഭാഗമായി വന്നു. ബട്ട് വി ഹാവ് ടു ചേഞ്ച് ഇറ്റ്. നമ്മളതിന് മാറ്റം കൊണ്ടുവരാൻ ഒരാൾ ശ്രമിക്കുമ്പോൾ നമ്മൾ അയാളുടെ നെഗറ്റീവ്സ് മാത്രം വിലയിരുത്തിയിട്ട് അയാളെ താറടിച്ചിട്ട് വാട്ട് ആർ വി ഗോയിങ് ടു ഏൺ? നത്തിങ്. ബേസിക്കലി ഇതൊരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രോബ്ലം കൂടി ഇതിലുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അതായത് മൈൻഡ് സെറ്റ് എന്ന് പറയും. ഒന്ന് വർക്കിംഗ് മൈൻഡ് സെറ്റ്, മറ്റേതൊന്ന് ഓൺട്രപ്രണർ മൈൻഡ് സെറ്റ്. മിസ്റ്റർ മൃണാൾ, യെസ്, അദ്ദേഹം വ്ളോഗറുടെ പണിയെടുത്ത കാലത്ത് അങ്ങനെ തന്നെയാണ്. അതൊരു പണിയാണ്, അദ്ദേഹത്തിൻ്റെ വർക്കായിരുന്നു. ആ സമയത്ത് ഹി വാസ് ഡൂയിങ് എ ഫെയർ ജോബ്. മീൻസ് എന്താ, ഇറ്റ്സ് എ ഡിപ്പെൻഡ്. നിങ്ങൾക്ക് മോശമായിട്ട് തോന്നാം, എനിക്ക് നന്നായിട്ട് തോന്നാം. മൃണാളിന് നല്ലതെന്ന് തോന്നിയ ഫുഡ് അയാൾ നല്ലതെന്നും, അയാൾക്ക് കൊള്ളില്ല എന്ന് തോന്നിയ ഫുഡ് അയാൾ കൊള്ളില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ തണുത്ത് പോയി ചൂടില്ല എന്നൊക്കെ പറയുന്നുണ്ടോ. അപ്പോൾ ഇപ്പോൾ അയാളുടെ റെസ്റ്റോറൻറ്റ് കിട്ടുന്ന ഫുഡിന് ചൂടില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് നെഗറ്റീവ്സ് യു ക്യാൻ സേ 1000, ബട്ട് ലുക്ക് ഇൻ ടു ദ കൺസെപ്റ്റ്. അദ്ദേഹം കൊണ്ടുവന്ന ആ കൺസെപ്റ്റ് നോക്കൂ. ലൈക്ക് ഗിവ് ദ കസ്റ്റമർ ഓൺലി വാട്ട് ഹീ നീഡ്സ്. ഓരോരുത്തരുടെയും ആവശ്യം വ്യത്യാസമാണ്. ആവശ്യമുള്ളത് മാത്രം സെർവ് ചെയ്യുക, കൊടുക്കുക. സെർവ് ചെയ്യുന്നില്ല, അവർ അവിടുന്ന് കൊടുക്കുക ചെയ്യുന്നത്. കൊടുക്കുക എന്നുള്ളത് ഇറ്റ്സ് എ റെവല്യൂഷൻ. ഞാൻ പറയുന്നത് റെവല്യൂഷനാണ്. ഇറ്റ്സ് എ ഫുഡ് റെവല്യൂഷൻ. ഇന്ന് ഈ കളിയാക്കിക്കൊണ്ടിരിക്കുന്നവർക്കൊന്നും മനസ്സിലായിട്ടില്ല. ദിസ് ഈസ് ഗോണ ടു ബി എ ഫുഡ് റെവല്യൂഷൻ ഇൻ കേരള. ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. ബിക്കോസ് എനിക്ക് തോന്നുന്നില്ല, ഇന്നെന്നല്ല ഇതുവരെ കൊടുത്തിട്ടില്ല ആരും. അതായത് ഒരു ആൾക്ക് ആവശ്യമുള്ള ഫുഡ് മാത്രം. ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഐ ആം ഹാവിങ് മൈ ഫുഡ് ലൈക്ക് ഐ ആം ഹാവിങ് ലൈക്ക് നമ്മൾ ലുലു പോയിട്ടൊക്കെ വാങ്ങാറുണ്ട്. ലുലു പോയിട്ട് ഒരു പീസ് ചിക്കനും പിന്നെ ഒരു പീസ് ഇതും വേണമെന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുതരും. പക്ഷേ ഹോട്ടൽ സർവീസിൽ നിങ്ങൾ പോയിട്ട് എനിക്കൊരു ചിക്കൻ വേണമെന്ന് പറഞ്ഞാൽ ദേ വിൽ ആസ്ക് യു സർ, യു വാണ്ട് ചിക്കൻ അൽഫാം ഓർ ചിക്കൻ ചില്ലി ചിക്കൻ, ഫുൾ പോർഷൻ, ഹാഫ് പോർഷൻ, അല്ലേ? നിങ്ങൾക്ക് ആവശ്യമുള്ള മാത്രം തരുമോ? ഇല്ല. അപ്പം മൃണാൾ സാറ്
ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മിനിമൽ ഫുഡ് ക്വാണ്ടിറ്റി, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം കഴിച്ചാൽ മതി. ഈ പറയുന്ന മൃണാൾ തന്നെ ഒരുപാട് കഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ വരെ ബ്ലെയിം ചെയ്യാം. കുറ്റം പറയുന്നവർക്ക് മനസ്സിലായില്ല. അതായത് കുറ്റം പറയാൻ വേണ്ടി കുറ്റം പറയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇത്രയും വലിയ തടിയില്ല ഇയാൾ എങ്ങനെയാണ് ചെറിയ പോർഷൻ തൈര് കൊടുക്കൽ, ചെറിയ ചോറ് എങ്ങനെ കൊടുക്കൽ, മതിയാവുമെന്ന് വയ്ക്കും. ഡിപ്പെൻസ്. അത് ഞാൻ പറഞ്ഞത് ഡിപ്പെൻസ്, കംപ്ലീറ്റ്ലി ഡിപ്പെൻസ്. ഞാൻ ഇപ്പോൾ അവിടെ കഴിക്കാൻ പോയാൽ എനിക്ക് ഏറ്റവും ചെറിയ പോർഷൻ ചോറും കുറച്ച് തൈരും ഇതും കിട്ടി ഐ ആം ഹാപ്പി, മോർ ദാൻ ഹാപ്പി. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ ആയിരിക്കും കഴിക്കാൻ പറ്റും അവിടെ. സോ ഇത് ഞാൻ പറഞ്ഞില്ല, മൈൻഡ് സെറ്റ് പ്രോബ്ലമാണ്. അദ്ദേഹം ഒരു വ്ളോഗറായിരുന്നപ്പോൾ വർക്ക് ചെയ്തിരുന്നത് വേണ്ടിക്ക് കുറ്റം പറയാനും, കുറ്റം പറഞ്ഞാൽ അയാൾക്ക് റീച്ച് കിട്ടത്തുള്ളൂ, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഓക്കെ, വാട്ട്സ് എവർ. നൗ വാട്ട് ഈസ് ഹിസ് പൊസിഷൻ? നൗ ഹി ഈസ് എ ഓൺടർപ്രണർ ഓർ ഈസ് എ റെസ്റ്റോറൻറ്റ് ഓണർ ഓർ ഈസ് റണ്ണിങ് എ ബിസിനസ്. സോ വാട്ട് ഈസ് ഹിസ് മോട്ടീവ്? എന്താ അയാളുടെ ലക്ഷ്യം? ജസ്റ്റ് വൺ തിങ്, സെൽ ഹിസ് പ്രൊഡക്റ്റ്. അത് ബിരിയാണി ആയിക്കോട്ടെ, പിന്നെ ചമ്മന്തി ആയിക്കോട്ടെ, പപ്പട ആയിക്കോട്ടെ, സ്ട്രോ ആയിക്കോട്ടെ, വാട്ട്സോ എവർ ഈസ് product to sale, to make a sale and to earn the profit from it. ഇത് ആ മൈൻഡ് സെറ്റിലുള്ള വ്യത്യാസത്തെയാണ് ഇപ്പോൾ നമ്മൾ വിളിക്കുന്നത് നിലപാടുകളില്ല, അവൻ ഇരട്ടത്തന്തയാണ്, വാട്ടവർ. ഈ നമ്മൾ ബ്ലെയിം ചെയ്യുമ്പോൾ നമ്മൾ ആരെയാണ് ബ്ലെയിം ചെയ്യുന്നത്? പിന്നെ മറ്റേ പുള്ളിക്കാരൻ ചോദിച്ച പോലെ നിങ്ങളൊക്കെ ആരാ, എന്താ എന്ന് ചോദിക്കേണ്ടി വരും. നമ്മൾ ഒരാളെ ബ്ലെയിം ചെയ്യുമ്പോൾ അയാൾ കൊണ്ടുവന്നിരിക്കുന്ന ആശയം കൂടി നോക്കണം. പേഴ്സൺ എന്തോ ആവാം. ഇപ്പോൾ പറഞ്ഞല്ലോ അയാൾ പണ്ട് കുറേ കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം എന്ന് വിചാരിച്ചിട്ട് അയാളുടെ നിലപാടിൽ മാറ്റം വരുത്തിക്കൂടെ? എന്താണ്? അതായത് അയാൾ പണ്ട് ഇങ്ങനെ കുറച്ച് നിലപാടുകൾ പറഞ്ഞതുകൊണ്ട് ഇപ്പം അയാൾ റെസ്റ്റോറൻറ്റ് ഓണറായപ്പോൾ ഒരു ഓണറുടെ മെൻറ്റാലിറ്റി വന്നൂടെ? ഇറ്റ്സ് ലൈക്ക് നമ്മൾ പറയില്ലേ, അയാളുടെ റിച്ച് മൈൻഡ് സെറ്റായി, അയാളിപ്പോൾ ഒരു ബോസായി. പണ്ട് അയാളൊരു വ്ളോഗറായിരുന്നു. കണ്ട ഹോട്ടലുകാർ വിളിച്ചിട്ട് വ്ളോഗ് പറയാൻ പോകുന്ന, ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഒരു ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. ഇന്ന് മൃണാളിനെ പറ്റി തെറ്റ് ചിലപ്പോൾ അവിടെയായിരിക്കും. മൃണാൾ ഈ ഹോട്ടലിൻ്റെ ഇനോഗ്രേഷൻ സെറിമണി കുഡ് ഹാവ് ബീൻ മച്ച് മോർ ബെറ്റർ ഇഫ് ഹി വുഡ് ഹാവ് ഇൻവൈറ്റഡ് സം ഓഫ് ദ ബെസ്റ്റ് ഓർ ഗുഡ് വ്ളോഗേഴ്സ്. അല്ലെങ്കിൽ ഒരു എത്ര വ്ളോഗേഴ്സാണ് ഉള്ളത് ഇവിടെ അല്ലേ? അപ്പോൾ ഒരു 100 വ്ളോഗേഴ്സിനെ, ഫുഡ് വ്ളോഗേഴ്സിനൊക്കെ വിളിച്ച് കെങ്കേകമായിട്ടൊരു ഇനോഗ്രേഷൻ സെറിമണിയൊക്കെ നടത്തിയിരുന്നെങ്കിൽ ഇദ്ദേഹം കുറച്ചുകൂടി സേഫ് സോണിലാകുമായിരുന്നില്ലേ? അതും കൂടി ഒരു പ്രോബ്ലം അല്ലേ? അതായത് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയാണ് നിങ്ങളിപ്പം ബ്ലെയിം ചെയ്യുന്നത്. അദ്ദേഹം അന്ന് അങ്ങനെ പറഞ്ഞു, അന്ന് ഇങ്ങനെ ചെയ്തു. സി, വൈ ആർ യു ഡിഗിങ് ദ പാസ്റ്റ്? ലുക്ക് ഇൻ ടു ദ പ്രസൻറ്റ്. അദ്ദേഹം ഇന്ന് എന്താ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. ഇപ്പം ഞാൻ പറയട്ടെ, നിങ്ങൾ എല്ലാ മൈൻഡ് സെറ്റും ചിന്തിക്കുക. ഇപ്പം മൃണാൾ പറഞ്ഞ പോലെ ഒരു ഹെവി റിച്ചസ്റ്റ് ഗായി ആണെങ്കിൽ എന്തിനാണ് അവിടെ പോകുന്നത്? അയാൾ എന്താ വേണ്ട, അയാൾ ഇഷ്ടം പോലെ ചെയ്യുമല്ലോ. കം ടു ദ മിഡിൽ ക്ലാസ്, കം ടു ദ ബിലോ ആവറേജ് പീപ്പിൾ. സത്യം തന്നെയല്ലേ മൃണാൾ പറഞ്ഞത്? എൻ്റെ കയ്യിൽ 100 rupees ഉണ്ട്. ഐ വാണ്ട് ടു ഈറ്റ്, ഓക്കെ, ദെൻ ഐ വാണ്ട് ടു ട്രാവൽ ഓർ ദെൻ ഐ വാണ്ട് ടു ഡ്രിങ്ക് സംതിങ്. എനിക്കെല്ലാം ചെയ്തുകൂടി. ഈ പറഞ്ഞ പോലെയാണെങ്കിൽ എനിക്കൊരു ചെറിയ പോർഷൻ ചോറ് വാങ്ങാം, 14 രൂപ അയാൾ ചാർജ് ചെയ്യുന്നുള്ളൂ. ഒരു തൈര് മേടിക്കാം 6 രൂപ, ഒരു ചമ്മന്തി മേടിക്കാം എല്ലാം കൂടി 30. GST പിന്നെ ഇതിലിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നാലും GST കൊടുക്ക് പോട്ട്, ചെറിയ പൈസ എല്ലാം കൂടി 35 rupees നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനം കഴിച്ചിട്ട് ബാക്കിക്ക് വേണമെങ്കിൽ ഒരു പിന്നെ പുറത്തുനിന്ന് ഒരു ലൈം ജ്യൂസ് കുടിച്ചോ നിങ്ങൾ, അവിടെ നിന്ന് കുടിക്കേണ്ട വില കൂടുതലാണെങ്കിൽ ഇഫ് യു ഫീൽ ലൈക്സ്. എന്നിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ ആ ചാർജും അതിലില്ലേ? സോ ഇറ്റ്സ് എ ബെസ്റ്റ് കൺസെപ്റ്റ് വൈസ് ഐ വുഡ് ലൈക്ക് ടു സേ മൃണാൾ ഈസ് എ മാർക്കറ്റിംഗ് കിങ്. കുറച്ചുകൂടി കൂട്ടി പറയണമെങ്കിൽ ഹീ ഈസ് എ മാർക്കറ്റിംഗ് ഗോഡ്. ബിക്കോസ് കേരളത്തിൽ ഇത്രയും തെറിവിളി കിട്ടില്ല എന്ന് അയാൾ വിചാരിച്ചിട്ടുണ്ടാവോ? ഇത്രയും വലിയ ഫുഡ് ബ്ലോഗൊക്കെ ചെയ്തിരുന്ന മൃണാൾ ഒരു ബിലോ ആവറേജ് ചിന്തിക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സോ ഹി നോസ് ദ വർക്ക്, ഹിസ് വർക്ക്. അത് പണി അറിയാം. അപ്പോൾ നിങ്ങൾ ഈ ബഹളം വെച്ചാലൊക്കെ ഉണ്ടാകുന്ന റിസൾട്ട് രണ്ട് റിസൾട്ടാണ് ഉള്ളത്. എന്തൊക്കെയാണ് റിസൾട്ട്? ഭക്ഷണം കഴിക്കാൻ മറന്നു, വർത്താനം പറ്റ കേട്ടോ, ഇപ്പം പറഞ്ഞുതരാവേ. യെസ്,
എന്തൊക്കെയാണ് റിസൾട്ട്? അതായത് ഞാൻ ഇപ്പം നാട്ടിലില്ല, നാട്ടിലുണ്ടെങ്കിൽ ഇങ്ങനൊരു വിഷയം വന്നാൽ ഞാൻ എന്ത് ചെയ്യും? അവൻ്റെ അവിടെ ബിരിയാണിക്ക് ചൂട് കുറവുണ്ടോ? അതൊന്ന് കാണണമല്ലോ. ഞാൻ അവിടെ പോയി 120 എത്ര പൈസ എന്ന് വെച്ചാൽ പൈസയും കൊടുത്തൊരു ബിരിയാണി അടിക്കും. ആർക്ക് പോയി? എനിക്ക് പോയി. മീൻസ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ പർട്ടിക്കുലർ അവിടെ പോകുന്നത്. എന്നിട്ട് ഞാൻ അവിടെ പേ ചെയ്തിട്ട് ഞാൻ ബിരിയാണി കഴിച്ചു. മൃണാളിൻ്റെ സെയിൽ കൂടി. 10 ആൾ പോയിടത്ത് 100 ആൾ പോയി, 100 ആൾ പോകുന്നിടത്ത് 1000 ആൾ പോയി. 10 ഇരട്ടി പ്രോഫിറ്റ് അദ്ദേഹം ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് പോകുന്നുണ്ടോ? അവിടെ ഇങ്ങനെ 2 ഈച്ച ഉള്ളതുകൊണ്ട് ആരും ഭക്ഷണം കഴിക്കാതിരിക്കില്ല? നെവർ. ഈ ഒരു AC റെസ്റ്റോറൻറ്റിൽ ഹാഫ് ദ പ്രൈസിന് അയാൾ കൊടുക്കുമ്പോൾ എല്ലാവരും ക്യൂ ഒന്ന് കഴിക്കും ഷുവർലി. രണ്ടാമത്തെ വിഷയം എടുത്തു, റെസ്റ്റോറൻറ്റ് പൈസ അവിടെ നിൽക്കട്ടെ. ഇയാളെ ഒരു മനുഷ്യൻ പോലും കാണാതെ അയാളെ പണ്ടത്തെ വീഡിയോസൊക്കെ കുത്തിപ്പൊക്കിയിട്ട് അതിൽ 1 മിനിറ്റ് പോലും 1 സെക്കൻഡ് പോലും ഒഴിവാക്കാണ്ട് കാണുന്നില്ല ഇപ്പോഴത്തെ ആൾക്കാർ. എന്തിനാണ് കാണുന്നത്? എന്താ വിഷയം? അയാൾ പണ്ട് പറഞ്ഞതിന് വിരോധാഭാസമായി ഇപ്പോൾ അദ്ദേഹം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ള കണ്ടുപിടിക്കാൻ വേണ്ടി കുത്സിതമായിട്ട് കാണുകയാണ് അല്ലേ? അതിൻ്റെ റിസൾട്ട് എന്താ? അയാളുടെ വാച്ചിങ് ഹവേഴ്സ് കൂടുകയാണ്. യൂട്യൂബിൽ അയാൾക്കിപ്പോൾ പെർ മന്ത് ഒരു 1 lakh റവന്യൂ ഉള്ള ആളാണെങ്കിൽ അത് നേരെ ബൂമാവാണ്. ഈസ് ദറ്റ് ഹോട്ട് ടോപ്പിക് ഇൻ ദ ടൗൺ. അപ്പോൾ ആർക്ക് പോയി? ആർക്ക് കിട്ടി? നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടും കൂടി നോക്കണ്ടേ? നിങ്ങളെന്താ വിചാരിക്കുന്നത്? നിങ്ങൾ കുറച്ച് പേര് കിടന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മൃണാൾ ഇത് പൂട്ടിയിട്ട് പോകുന്നു? നെവർ. നമ്മൾ ഇത് സിമ്പിളായിട്ടുള്ള ഒരു കൺസെപ്റ്റ് മാത്രമേ ഇതിലുള്ളൂ. അതായത് ദ മൈൻഡ് സെറ്റ്, ദ വർക്കിംഗ് മൈൻഡ് സെറ്റ് ആൻഡ് ദ റിച്ച് മൈൻഡ് സെറ്റ്. വർക്കിംഗ് മൈൻഡ് സെറ്റ് റിച്ച് അല്ല എന്നല്ലേ പറയുന്നത്. മീൻസ് ഹീസ് ദ ബോസ് നൗ. അയാൾ ബോസായപ്പോൾ അയാളുടെ നിലപാടുകളിൽ ചെറിയ മാറ്റം വരുത്തണ്ടേ? അല്ലെങ്കിൽ അയാൾ ഇപ്പം ബോസായിരുന്നിട്ട് അയാൾ തന്നെ അവിടെ അയാളെ ഫുഡ് കഴിച്ചിട്ട് പറയാം പോരാ? നോ, നെവർ. അയാളിപ്പം ചെയ്യുന്നത് അയാളുടെ സാധനം വിൽക്കാൻ വേണ്ടി അയാൾ പറയും ദ ബെസ്റ്റ് സെല്ലിംഗ് ബിരിയാണി ഇൻ ദ ടൗൺ. ഇതിലെന്താ ഉള്ളത്? ഇതെന്നല്ലേ എല്ലാവരും ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നത് പിള്ള സാർ, ഷെഫ് പിള്ളை സാർ എന്താ ചെയ്യുന്നത്? 2 കഷ്ണം മാങ്ങ, കുറച്ച് കൊഞ്ച്, കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഇതാക്കിയിട്ട് മിർവാണി എന്താ അതിൻ്റെ പേര്, ഒരു പോർഷന് 800 രൂപ കൊടുക്കുന്നില്ലേ? കഴിക്കുന്നില്ലേ? അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അദ്ദേഹം മൃണാളിനെ പോലെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു നടന്നിട്ടില്ല, ശരിയാണ്. ബട്ട് ഐ എം കമ്മിങ് ടു ദ പോയിന്റ്. അയാളുടെ റെസ്റ്റോറൻറ്റിലോ വേറെ ഏത് റെസ്റ്റോറൻറ്റിലും ഇദ്ദേഹം പറഞ്ഞ ഈ കൺസെപ്റ്റ് ഉണ്ടോ? ടു ഗിവ് ദ കസ്റ്റമർ വാട്ട് എവർ ദേ റിക്വയർ ഓൺലി. എനിക്ക് വേണ്ടുന്ന സാധനം മാത്രം ഞാൻ മേടിച്ചാൽ മതി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കൺസെപ്റ്റ്. ഞാൻ വേറൊരു കാര്യം ഓപ്പണായിട്ട് പറയും. ഒരു ജ്യൂസ് ഐ ഹേറ്റ് സ്ട്രോസ്. എനിക്കിഷ്ടമല്ല സ്ട്രോയിലൂടെ നാക്കി കുടിക്കുന്നത്. എന്തിനാണ്? നമ്മൾ കുട്ടികളാണോ, വാവകളാണോ? ജ്യൂസ് അത് ഓപ്പൺ ചെയ്ത് ഗ്ലാസ്സിൽ ഓപ്പൺ ചെയ്ത് സിപ്പായിട്ട് കുടിക്കുന്നതല്ല അതിൻ്റെ ടേസ്റ്റ്. ഇറ്റ്സ് മൈ കൺസെപ്റ്റ്. എനിക്കതേ വേണ്ടൂ. എനിക്കിപ്പോൾ എല്ലായിടത്തും കിട്ടുന്ന സ്ട്രോക്ക് ഞാൻ വലിച്ചത് വണ്ടിയിൽ ഇടുകയും അല്ലെങ്കിൽ അവരെ വേസ്റ്റ് ബിന്നിലിടും. ഇറ്റ്സ് ലൈക്ക് യു ആർ മേക്കിംഗ് എ പബ്ലിക് വേസ്റ്റ്. എല്ലാ ഫുഡിൻ്റെ കാര്യത്തിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ എത്ര ആൾക്കാർ എത്ര പോർഷൻ ബാക്കി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ കളയുന്നുണ്ട്. സോ ഇതിൻ്റെ ആ സൈഡും കൂടി നമ്മൾ കൺസെപ്റ്റ് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ്സ് എ മിനിമൽ തിങ്കിങ്, ഒപ്റ്റിമം, ആവശ്യമുള്ളത് മാത്രം, ദ ബെസ്റ്റ്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഐഡിയ മൃണാൾ. ഞാൻ ഒരു കാര്യം കൂടി പറയാം. He will be, after 5 years or 10 years, Mrinal will be known as the father of food revolution in the modern Kerala. മലയാളിക്ക് പുതിയ ഭക്ഷണ സംസ്കാരം മുന്നോട്ടേക്ക് വെച്ച ഉപജ്ഞാതാവ് എന്നറിയപ്പെടും സർ മൃണാൾ. That's it. Bye.